വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. പാതിവില തട്ടിപ്പ് കേസ്. സ്കൂട്ടർ, ലാപ്ടോപ്പ് അടക്കമുള്ള പല കാര്യങ്ങളും പാതിവിലയ്ക്ക് ആളുകൾക്ക് നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ വമ്പൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാന പ്രതികൾ ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നുവെന്ന വിവരമാണ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നു. NGO കോൺഫെഡറേഷൻ, പ്രധാനമായിട്ടും ഈ NGO കോൺഫെഡറേഷന്റെ കീഴിലാണ് ഈ ഒരു സ്കീം എന്ന നിലയ്ക്ക് ആളുകളെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടന്നു വന്നത്. അതിന്റെ കോൺഫെഡറേഷന്റെ ട്രസ്റ്റിയായി ഷീബ സുരേഷാണ് ഹർജി നൽകിയത്. ബിനിൽ, വിശദാംശങ്ങൾ. ദിവിഷ്, ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇപ്പോൾ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യം തേടി എത്തുകയാണ്. നേരത്തെ ലാലി വിൻസെന്റ് ഹൈക്കോടതിയിൽ ജാമ്യം തേടിയെത്തിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഷീബ സുരേഷ് ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷീബ സുരേഷും കോൺഗ്രസ് നേതാവാണ്, കുമളി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നിലവിൽ ഷീബ സുരേഷ് വിദേശത്താണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷീബ സുരേഷ് മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു. കുമളി പോലീസാണ് ഷീബ സുരേഷിനെ അനന്തകൃഷ്ണനൊപ്പം പ്രതിയേർത്തത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും ഷീബ സുരേഷ് പ്രതിയാണ്. ഹൈക്കോടതി അല്പം മുമ്പ് ഈ ജാമ്യ ഹർജി പരിഗണിച്ചു. പോലീസിന്റെ വിശദീകരണം കോടതി തേടിയിരിക്കുകയാണ്. അതായത് കുമളി പോലീസിനോട് ഷീബ സുരേഷിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലെ വിശദാംശങ്ങൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഷീബ സുരേഷിനുണ്ട്. കാരണം ഈ അനന്തകൃഷ്ണനുമായി ഏറ്റവും അടുത്ത ബന്ധം, വർഷങ്ങളുടെ അടുപ്പമുള്ള ആളാണ് ഷീബ സുരേഷ് എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ കേസിലെ, അതായത് ഈ NGO കോൺഫെഡറേഷന്റെ സ്ഥാപക ട്രസ്റ്റി കൂടിയാണ് ഷീബ സുരേഷ്. 5 പേരാണ് ഈ മാനേജിംഗ് ട്രസ്റ്റിക്കൊപ്പം മറ്റ് 4 പേരും കൂടിയാണുള്ളത്. അതിലൊരാളാണ് ഷീബ സുരേഷ്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഷീബ സുരേഷിന് അറിയാമെന്നാണ് ഇതിന്റെ പ്രൊമോട്ടർമാരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടിയെത്തിയിരിക്കുന്നത്. ശരി, ബില്ലാണ് വിവരങ്ങൾ നൽകിയത്. NGO കോൺഫെഡറേഷൻ ട്രസ്റ്റിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഹർജി 13-ാം തീയതി കോടതി പരിഗണിക്കുകയും ചെയ്യും.